നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണ്. തേങ്ങ അരച്ച നാടൻ ആവോലി മീൻകറി. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ 2 വെള്ള ആവോലി മീൻ എടുത്തിട്ടുണ്ട്. ഇത് മുറിച്ച് വൃത്തിയാക്കി എടുക്കാം. ഇത് ചെറിയ മീനായതുകൊണ്ട് 2 സൈഡും തലയും വാലും എളുപ്പത്തിൽ കത്രികയോട് മുറിച്ചെടുക്കാൻ പറ്റും. ഇനി കറിയിലേക്ക് ചേർക്കേണ്ട തേങ്ങ അരച്ചെടുക്കാം. അതിന് ഞാൻ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് പിരിയൽ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് അധികം എരിവാണെങ്കിൽ സാധാ മുളക് പൊടിയും കൂടെ കുറച്ചെടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഈ ജീരകം തെക്കൻ ജില്ലകളിലുള്ളവർ ചേർക്കാറില്ലെന്ന് തോന്നുന്നു. ഇത് ഞങ്ങളുടെ കാസർഗോഡ് സ്റ്റൈലാണ്. ഇതിനി നന്നായി അരച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്തൊരു ചട്ടി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് വലിപ്പം കുറഞ്ഞ ഒരു സവാള നേരത്തതായി മുറിച്ചത് ചേർക്കാം. ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും 1 വറ്റൽമുളകും ചേർക്കാം. ഇതിന് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഈ സവാള ചേർക്കുന്നതിന് പിന്നെ കടുക് താളിക്കുന്നെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കടുകും 1 നുള്ളി ഉലുവയും ചേർത്ത് പൊട്ടിച്ച ശേഷം സവാള ഇട്ട് വഴറ്റിയെടുത്തിട്ടും ചെയ്യാം. ഉള്ളി വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിൽ മുറിച്ചതും 2 പച്ചമുളക് മുറിച്ചതും കൂടെ ചേർക്കാം. ഇതിനി ഇളക്കി വഴറ്റാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ അരച്ചെടുത്ത് ചേർക്കാം. ഇത് 1 മിനിറ്റ് ഇളക്കി വഴറ്റാം. ഈ അരച്ചെടുത്തത് ഇതേപോലെ എണ്ണയിൽ വഴറ്റുമ്പം നല്ലൊരു കൊതിപ്പിക്കുന്ന മണമാണ്. ഈ മണം അടിക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഇത് ഏകദേശം 1 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് മിക്സിയിലെ ജാറ് കഴുകിയ കുറച്ച് വെള്ളവും പിന്നെ ചാറിന് വേണ്ടുന്ന കുറച്ച് അധികം വെള്ളവും ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ചാറിന് എത്ര കട്ടി വേണ്ടെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിപ്പം ഇത്ര കട്ടിക്കാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കൊടംപുളി ചേർക്കണം. ഞാനൊരു 3 പീസ് കൊടംപുളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം ആ വെള്ളം മാറ്റിയെടുത്താണ്. ഈ കൊടംപുളിക്ക് ഒരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ട്. അത് ഇഷ്ടമില്ലാത്തവരാണ് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് ചേർക്കാം. ഈ കൊടംപുളി ഇതിലേക്ക് ചേർക്കാം. കൊടംപുളിക്ക് പകരം സാധാ സാമ്പാറിനൊക്കെ ചേർക്കുന്ന പുളി വേണമെങ്കിൽ ചേർക്കാം. ഇതിന് നല്ലോണം തിളപ്പിക്കാം. മീൻ മുറിച്ച് വൃത്തിയാക്കി ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച ശേഷം എടുത്തതാണ്. ഞാനിപ്പം ഈ മീൻ കഷ്ണാക്കിയിട്ടില്ല, ഇങ്ങനെ വരഞ്ഞു കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് കഷ്ണാക്കിയിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഈ ഗ്രേവി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർക്കാം. ഇത് മെല്ലെ ഒന്ന് അനക്കി കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ അധികം തവിയോണ്ട് തൊടാതെ മെല്ലെ അനക്കി കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് തീ കുറച്ച് മീൻ വേവിച്ചെടുക്കാം. ഇപ്പോ മീൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിപ്പം വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 6-7 മിനിറ്റ് സമയമായിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്ക് 1-2 വട്ടം തുറന്ന് ചട്ടി ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിന്റെ പകുതി ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാം. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം തുറന്നെടുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ഇത് കുടംപുളി ഇട്ട് വെച്ച കറി ആയതുകൊണ്ട് കുറച്ച് അധികം സമയം വെച്ച് കഴിച്ചാലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവല്. നല്ല സൂപ്പർ ടേസ്റ്റില് ആവോലി മീൻകറി റെഡിയാണ്. ഇത് ഈ വെള്ള ആവോലി ചെയ്താലാണ് നല്ല ടേസ്റ്റ്.
ഇത് കിട്ടിയില്ലെങ്കിൽ അയലമീനോ കിളിമീനോ ഒക്കെ വെച്ച് ഇതേപോലെ ഉണ്ടാക്കാം. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്